ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നമ്മുടെ വിറ്റമിൻ സി ച്യൂവബിൾ ടാബ്ലറ്റ് ആണ്. 500 mg ആണ് വരുന്നത്. ഇതിനകത്ത് 25 രൂപയ്ക്ക് 15 ടാബ്ലറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ച് ഒരു ഷോർട്ട് ഇട്ട സമയത്ത് 2-3 പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ വേണമെന്ന്. പിന്നെ അതിനകത്ത് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മുഖം വെളുക്കും, കിഡ്നി കറക്കും എന്നുള്ളത്. ആ ഒരു കമന്റ് വായിച്ചപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചത് ഈ ആൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെന്നാണ്. കാരണം ആരൊക്കെയോ എന്തൊക്കെയോ ഒരു ഫേക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട് ആൾക്ക്, അതായത് കിഡ്നി പോകും എന്നുള്ളത്. കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫാർമസിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഒരുപാട് പേര് ഇത് വാങ്ങാനും വരുന്നുണ്ട്. പിന്നെ ഞാനും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എനിക്കിതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അതായത് ഈ മെഡിസിൻ സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നവർക്കും പ്രശ്നം വന്നിട്ടില്ല. ഇത് പൊതുവേ ഒരു സംസാരമുണ്ട്, വിറ്റമിൻ സി ടാബ്ലറ്റ് ഒരുപാട് കഴിച്ചാൽ കിഡ്നിയിൽ പ്രശ്നമുണ്ടെന്ന്. ഈ കമന്റ് ചെയ്ത ആൾ അത് കേട്ടിട്ടാണ് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് അങ്ങനെ ഒരു കമന്റ് ചെയ്തത്. സാരല്ല, ആൾക്ക് അറിയാത്തതുകൊണ്ടല്ലെന്ന് ഞാനും വിചാരിച്ചു. ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. ഇത് റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടികൾ പോകുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കേൾക്കുന്നവരൊന്ന് ക്ഷമിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡാണ്, ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടികൾ അതിലേ പോകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ പരമാവധി സൗണ്ടിൽ ഞാൻ പറയാൻ ശ്രമിക്കാം. ഈ ഒരു ടാബ്ലറ്റ് 15 എണ്ണമാണ് വരുന്നത്. ഞാനിത് മാസങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് ഇതിനെപ്പറ്റി ഞാൻ അറിഞ്ഞു വന്നിട്ട് ഒരു 7-8 മാസമായി ഇതിനെപ്പറ്റി അറിഞ്ഞു വന്നിട്ട്. അപ്പോൾ ആദ്യം ഞാനിത് വാങ്ങി യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോഴും ഞാനിതൊരു 6 മാസത്തിൽ കൂടുതലായിട്ട് ഞാനിത് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററും ഇത് കഴിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അറിയാവുന്നവർക്കൊക്കെ ഞാനിത് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആരോ ഒരാൾ പറഞ്ഞു വരുത്തിയതാണ് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി പോകുന്നുള്ളത്. അത് കണ്ട് കുറേ പേര് ആ ഒരു വിശ്വാസത്തിലിരിക്കുകയാണ് ഇത് വാങ്ങിക്കഴിക്കാതെ. ഞാൻ ഉറപ്പ് തരാണ്, നിങ്ങളുടെ കിഡ്നി ഒരിക്കലും പോലെ ഈ മരുന്നല്ല ഏതൊരു മരുന്ന് നിങ്ങൾ വർഷങ്ങളോളം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കിഡ്നിക്ക് പ്രശ്നം വരും. അത് ഏത് മരുന്നാണെങ്കിലും. അപ്പം നമ്മൾ അതിന് വേണ്ടി നല്ലപോലെ വെള്ളം കുടിക്കുക. അതായത് ഈ മരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ശേഷം മാത്രം ഒരു ടാബ്ലറ്റ് കഴിക്കാം, ഡെയിലി ഒരു ടാബ്ലറ്റ് കഴിക്കാം. അപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊരു 1 മാസം ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും നമുക്കിത് കഴിച്ചു തുടങ്ങാം. അതായത് 3 മാസം കഴിച്ചിട്ട് 4ാമത്തെ മാസം നമുക്കിത് ബ്രേക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കിതൊരു 3 മാസം കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ കഴിച്ചാൽ യാതൊരുവിധ കുഴപ്പം ഇതുകൊണ്ട് ഉണ്ടാവില്ല. കാരണം ഞാൻ ഗ്യാപ്പ് ഇടാതെയാണ് ഈ 6 മാസം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്കിതൊരു പ്രശ്നം വന്നിട്ടില്ല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളുക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് മാത്രം കഴിച്ചാൽ പോരാ. അതായത് നല്ല പോലെ നമ്മൾ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനൊരു അതായത് ഒരു തുടുപ്പ് വരും നമ്മുടെ സ്കിന്നിന്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാനും ലിപ്പ് അതേപോലെ തന്നെ കണ്ണിനടിയിലെ കറുപ്പ് വരാനൊക്കെ വെള്ളം കുടിക്കാതിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് വരുന്നതാണ്. ഈ ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആവുക തന്നെയല്ല ചെയ്യുക. അതായത് നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ് പോകാനും പിന്നെ മുഖത്തുള്ള പാടുകൾ മാറാനും എല്ലാത്തിനും ഈ ഒരു ടാബ്ലറ്റ് ബെസ്റ്റാണ്. കാരണം ഒരുപാട് പേര് ഡോക്ടേഴ്സ് എഴുതി കൊടുത്തിട്ടും അതല്ലാതെ നമ്മുടെ ഫാർമസിയിൽ ഏറ്റവും കൂടുതൽ മൂവിങ് റേറ്റാണ്. അതായത് ഓരോരുത്തരും 3-4 ഷീറ്റ് വെച്ചിട്ടാണ് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നത്. എനിക്കിപ്പോൾ നിങ്ങളോടൊരു ഫേക്ക് ന്യൂസ്, അതായത് എനിക്കറിയാത്ത കാര്യം പറഞ്ഞു തന്നിട്ട് എനിക്കിപ്പോൾ ഒന്നും നേടാനില്ല. ഞാൻ എന്തുപയോഗിച്ചാൽ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാനൊരു ഷോർട്സ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ, വെളുക്കാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങി എന്തായാലും യൂസ് ചെയ്യുക. യാതൊരുവിധ കുഴപ്പമുണ്ടാവില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ ടിപ്പ് ഫോളോ ചെയ്യണം. നല്ലപോലെ വെള്ളം കുടിക്കണം. 3 മാസം കഴിച്ചിട്ട് 1 മാസം ബ്രേക്ക് എടുക്കാം. പിന്നെ 3 മാസം കഴിച്ചു തുടങ്ങാം. അതല്ലാതെ വേറൊരു കുഴപ്പമുണ്ടാവില്ല. അതായത് നമ്മളിത് കഴിച്ച് ആവശ്യത്തിനുള്ള വിറ്റമിൻസ് നമ്മുടെ ശരീരം എടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മുടെ യൂറിനിലൂടെ പുറത്തു പോവുക ചെയ്യുക. അതല്ലാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ കെട്ടിക്കിടന്ന് അതല്ലാതെ നമ്മുടെ കിഡ്നിയിൽ തന്നെ ഇത് പറ്റിപ്പിടിച്ച് നമുക്ക് കിഡ്നിയിൽ അസുഖം ഉണ്ടാവേ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. കാരണം ആരും ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചതുകൊണ്ട് എൻ്റെ കിഡ്നി പോയി എന്ന് ആരും ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് കണ്ടാൽ അറിയാൻ പറ്റും ഇത് കഴിച്ചതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം വന്നിട്ടില്ല. പിന്നെ തുടർച്ചയായി കഴിക്കുമ്പോഴും ഇത് കഴിച്ചിട്ട് വെള്ളം കുടിക്കാതിരിക്കുമ്പോഴും മാത്രമേ പ്രശ്നം സാധാരണ കണ്ടുവന്നിട്ടുള്ളൂ. അതായത് അധികം പേരിലൊന്നും നമ്മളങ്ങനെ കണ്ടുവന്നിട്ടില്ല. ഒരു ബസ് പോയ സൗണ്ടാണ്. റോഡ് സൈഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കേൾക്കുന്നവരിത് ക്ഷമിക്കുക. അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എന്തായാലും വാങ്ങി യൂസ് ചെയ്തോ, യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. 3 മാസം നിങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കും തോന്നും, അതായത് നിങ്ങളെ കാണുന്നവർക്കും തോന്നും നിങ്ങൾ നല്ലപോലെ ബ്രൈറ്റൻ ആയല്ലോ, വെളുത്തല്ലോ എന്നൊക്കെ തോന്നും. നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിയുമ്പോഴും നിങ്ങൾക്ക് യാതൊരു ടെൻഷൻ ഉണ്ടാവില്ല. കാരണം എനിക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടിയൊരു പ്രൊഡക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് വാങ്ങാൻ വരുന്നവരടുത്ത് ഞാൻ ചോദിച്ചു, അവർക്കും യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടിപ്സുമായിട്ട് കാണാം. ഓക്കെ, ബൈ.